അതുപോലെ അപ്പൊ നീ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, ചോദിക്കും. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുമ്പോൾ പിന്നെ ബ്രേക്കപ്പ് ആകുമ്പോൾ നിനക്കൊരു കമ്മിറ്റ്മെന്റ് എക്സ്പയർ ആണ്, പിന്നെ ബ്രേക്കപ്പ് ആവാൻ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. അതാണോ നിനക്ക് നല്ലതായിട്ട് തോന്നണേ, അതോ നോർമൽ രീതിക്ക് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുന്നു, കല്യാണത്തിന് ശേഷം ഒരുമിച്ച് താമസിക്കുന്നു, ഒട്ടും കമ്പാറ്റബിൾ അല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നീ അറിയുന്നു? കുഴപ്പമില്ല, ഐ എം ദ എഡിറ്റർ, ഞാൻ കട്ട് ചെയ്തോളാം. ഒട്ടും കമ്പാറ്റബിൾ അല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ കല്യാണത്തിന് ശേഷം അറിയുന്നതാണോ നല്ലത്? മറ്റത് തന്നെയാണ് നല്ലത്. മറ്റു തന്നെയാണ് നല്ലത്. ലിവിംഗ് റിലേഷൻഷിപ്പ് തന്നെയാണ് നല്ലത് ഞാൻ നോക്കിയിട്ട്. ഇനി അതിന്റെ കൂടെ തന്നെ വേറൊരു പോയിന്റ് പറയാം. നമ്മുടെ ആൺപിള്ളേർക്ക് ഇങ്ങനെ ഉണ്ട്, ഒരു പാർട്ണർ ഒരു പെൺകുട്ടീനെ കിട്ടുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു കിട്ടണം എന്ന് നമുക്കുണ്ട്. തീർച്ചയായിട്ടും. ഇതിപ്പോ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ഇന്ന് തമ്മിൽ പരിചയമൊന്നുമില്ല, പക്ഷെ നീ ഓൾറെഡി ലിവിങ് ടുഗദർ കഴിഞ്ഞ ഒരു പെൺകുട്ടീനെയാണ് ഞാൻ നാളെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആയി, പിന്നെ ഞാൻ അറിയുന്നു, പരിചയപ്പെട്ട് വരുമ്പോ എന്തായാലും ഈ കഥ പറയുമല്ലോ. ഈ കഥ പറഞ്ഞിട്ട് ജോയലിന് കൂടെ ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് അറിയുമ്പോൾ എന്റെ മനസ്സിലൊരു ഡിസ്കംപി വരും. തീർച്ചയായിട്ടും വരും. എന്നാ വിശാല മനസ്കനാന്ന് പറഞ്ഞാലും വരും. ഇവനും വരും, അവനും വരും. അതിനെപ്പറ്റി ജിത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എടാ നമ്മുടെ കൈ കിട്ടിയ ശേഷം ഒന്നും പറ്റാണ്ടിരിക്കാൻ നോക്കിയിട്ടേ കാര്യമൊന്നു. ചിലപ്പോ 4-5 പേരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വന്ന കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നീറ്റി അഡീഷൻ ആണോ നോക്കുക, നീറ്റി അഡീഷൻ ഫ്രണ്ടിലേക്ക് തുടർന്ന് പോകാൻ പറ്റുന്ന ഒരാളാണോ നോക്കുക? വെർജിൻ ആയിട്ടൊരു പെൺകൊച്ചിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ പോലും അവിടെ ഒരു വെർജിൻ ആയിട്ട് കിട്ടുന്ന ഒറ്റത്തവണ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ശരിയാണ്. ശരിയല്ലേ? ആഫ്റ്റർ ദാറ്റ് ബെസ്റ്റ് വൺ ആണല്ലോ. അല്ല അല്ല, ആ ഒരു സംഭവം ഉണ്ടാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സംഭവമാണല്ലോ. പക്ഷെ നമ്മുടെ എല്ലാവരും തലയിൽ ആ ഒരു സംഭവം ഉണ്ട്. അത് എവിടെന്നോ കിട്ടിയ ഒരു സംഭവമാണ്. അത് തന്നെ. ഇത് ഞങ്ങളെ പൊക്കി പറയുന്നൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം ആ ഒരു നോംസ് ആൻഡ് വാല്യൂസ് നമ്മളും കീപ്പ് ചെയ്യുന്നോണ്ടാണ് നമ്മളത് ആഗ്രഹിക്കുന്നത്, അല്ലേ? എനിക്കങ്ങനെയല്ല. അതല്ലാത്ത കാരണം അല്ല അല്ലേ, ഞാൻ പണ്ടോട്ടെ അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഇല്ലായിരുന്നു. പണ്ടിക്ക് പെണ്ണിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിക്കണം. കാരണം അന്ന് ഒരു നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടാനുള്ള സെറ്റപ്പ് ഒന്നും എനിക്കില്ലായിരുന്നു. കാരണം ലുക്കിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, കറുത്തിട്ടാണെന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഭയങ്കരമായിട്ട് എനിക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ, പിന്നെ പബ്ലിക്കലി, അങ്ങനെ കുറെ അധികം ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പെണ്ണ് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളൊരു മെന്റാലിറ്റി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ. അത് മാത്രം പറഞ്ഞത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. അത് പെണ്ണ് കിട്ടാൻ ഒരു നല്ല പെൺകൊച്ചിനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ടാസ്ക് ആണല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെ തല കിടപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ കാര്യത്തിലാണ് അതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല. കാരണം ഈ കൈ കിട്ടി കഴിഞ്ഞിട്ട് വേറെ പരിപാടിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപടിയുള്ള കേസല്ല. അതിപ്പോ ബൈ എനി മീൻസ്. കാരണം ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ റിലേഷൻഷിപ്പ് ചുരുളരിയാത്ത രഹസ്യങ്ങൾ അതല്ലേ എന്നൊരു നമ്പർ എത്തിച്ചിരിക്കരുത്. എനിക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന ഒരുത്തരെ എണ്ണി എടുക്കണം. കുടുംബം കലക്കോ? ഇല്ല, ചുമ്മാ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. ഒരു അവസരം കിട്ടിയപ്പോ ചുമ്മാ കാച്ചിന്നേ ഉള്ളൂ. എല്ലാരും വിശ്വസിച്ചു. കണ്ടിന്യൂ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാളെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിനോട് യാതൊരു തീർച്ചയായിട്ടും അതാണ് ഞാൻ നമ്മൾ ഡിസേർവിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കുക. അത് നമ്മള് നാട്ടിൽപാടെ എല്ലാം വെടി വെച്ച് നടന്നിട്ട് കള്ളടി വെക്കാൻ പോയിട്ട് നല്ലൊരു പെങ്കൊച്ചിനെ തന്നെ എനിക്ക് കിട്ടണം ശരിയായിട്ടുള്ള പരിപാടിയാണ്. ശരിയായിട്ടുള്ള പരിപാടി കിട്ടിയോ നിനക്ക് കിട്ടി, നീ ഭാഗ്യവാനൊന്നും അല്ല, നിനക്ക് കിട്ടി, അത്രേ മതി. കിട്ടി, അത് കൊണ്ടുനടക്കാൻ നോക്കുക. അല്ല, ഞാനതാ പറഞ്ഞേ, ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി, അതായത് നമ്മള് വെർജിനായിരിക്കും, അപ്പൊ അവരും വെർജിനായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഞാൻ ജസ്റ്റ് വെർജിനിറ്റിയെ കുറിച്ചല്ല പറഞ്ഞേ, ഞാൻ ഒരു മൊത്തത്തിലാ പറഞ്ഞേ. അതായത് നമ്മളിലൂടെ ആ പെൺകുട്ടി ഈ ലോകത്തെ കുറെ സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളായിരിക്കണം ആദ്യം ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്ന ആള്, ഇന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആള്. പിന്നെ ഈ ഇന്റിമേറ്റ് ആയിട്ടുള്ള സംഭവത്തിന്റെ അതുകൊണ്ട് നമ്മുടെ തലയില് നീ അതങ്ങനെ പറയുമ്പോഴും റെബൽ ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരും. അത് അവരുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ള. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ആ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ റെബൽ ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. പറഞ്ഞ പോലെ അപ്പൊ ലോകം കാണാത്തൊരു കുട്ടീനെ വേണം,
അതായത് അവള് അന്ന് വരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പാടില്ല, അങ്ങനെ ആവാൻ പാടില്ല, ഇങ്ങനെ ആവാൻ പാടില്ല, മൊത്തത്തിൽ ലോക്ക്, അതായത് ആ ഒരു ലോക്കിൽ നിന്ന് കഴിഞ്ഞ് നിന്നിലൂടെ ലോകം കാണുന്ന ഒരാളായിരിക്കണം. ഇതൊന്നും നിർബന്ധമല്ല. ഇങ്ങനെയൊക്കെ എവിടെയൊക്കെയോ നമ്മുടെ തലയിലുണ്ട്. നമുക്ക് റിയലിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യനാണ്, പല സ്ഥലത്ത് പല കാര്യങ്ങൾക്ക് പോകും. ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കൂടുതൽ കാര്യങ്ങൾ ആ പെൺകുട്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അവളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കുറെ ആൾക്കാരെ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ചേട്ടാ ഇതെങ്ങനെയൊന്നും അല്ലാന്ന് അറിയുന്നത് നമ്മൾ അവളോടെ ആയിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആമ്പിള്ളേരെ ജനറലി ഉള്ളിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നമ്മളിലൂടെ ലോകം കാണുന്ന ഒരു കുട്ടിയെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും. ഈ ഒരു സംഭവം തിരിച്ച് ഒരുപാട് കേട്ടിട്ടില്ലല്ലോ പെൺപിള്ളേര് പറയുന്നത്, അല്ലേ? ആമ്പിള്ളേർ വെർജിൻ ആയിരിക്കണം എന്ന് അവരുടെ ഒരു ഡിസയർ ഉള്ളതായിട്ട് എല്ലാരും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വുമൺ ആ ഒരു വാക്കുണ്ട്, മനസ്സിലായി ഉദ്ദേശിക്കുന്ന മലയാളം പറഞ്ഞു നീ തെറ്റിച്ചപ്പോ എന്റെ ആഗ്രഹിക്കുന്ന ഒരു വുമൺ ക്രേവ് ഫോർ ലവ് ആൻഡ് മെൻ ക്രേവ് ഫോർ സെക്സ്. ലസ്റ്റ് അല്ല, സെക്സ്. ഓക്കെ. കാരണം പെൺപിള്ളേർക്ക് ഇപ്പം ഒരു ആണ് ചീറ്റ് ചെയ്തു, എന്നിട്ട് പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ അവളെ എന്തുകൊണ്ടാണ് പ്രേമിച്ച്, അവളുടെ അടുത്തേക്ക് എന്തിനാ പോയി, അവളെ എന്തിനാ ഇഷ്ടപ്പെട്ടെ എന്ന് ചോദിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായോ അതൊന്നും അവൾക്ക് കൺസിഡറേഷൻ അല്ല. കാരണം നിങ്ങൾ എന്തിന് എന്നെ ഇട്ടിട്ട് അവളുടെ അടുത്തേക്ക് ഇഷ്ടം കൂടാൻ പോയി. കാരണം പെൺപിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പെൺപിള്ളേർക്ക് വേറൊരു പെൺപിച്ചോണ്ട് നമ്മൾ വർത്താനം പറയുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട്. കാരണം അവര് വിചാരിക്കുന്ന അവരോടുള്ള ലവ് അവരെടുത്തുനിന്ന് പോകുന്നു എന്നുള്ളൊരു സംഭവം അവിടെ ഉള്ളത്. ഇൻസെക്യൂരിറ്റിനെ ബാധിക്കുന്നു. ഇൻസെക്യൂരിറ്റി, അതുപോലെ തന്നെ ആ ലവ് കുറഞ്ഞു പോകുന്നുള്ളൊരു പേടിയാണ് അവർക്കുള്ളത്. അല്ലാതെ അവൻ അങ്ങോട്ടേക്ക് വേറെ കാര്യങ്ങൾക്ക് പോകുന്നുള്ളതൊന്നും അവർക്ക് അത്ര കൺസേൺഡ് അല്ല. അതായത് ഒരു പരിധി വരെ കണക്ഷൻ അല്ല അവർക്ക് ഇമ്പോർട്ടന്റ്, ഇമോഷണലി എന്തുകൊണ്ട് അവളുമായിട്ട് കണക്ട് ആയി എന്നുള്ളതാണ്. പക്ഷെ ആണുങ്ങൾ പോകുന്നത് കൊണ്ടാണല്ലോ ഇതിലേക്ക് പോകുന്നത്. ആണുങ്ങൾ നേരെ തിരിച്ചാ. അതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ബന്ധവും ഇല്ലാതെ ഒരു സ്നേഹവും തോന്നാതെ ആമ്പിള്ളാർ ഇതിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി റിലേഷൻഷിപ്പ് ഉള്ളപ്പോ വേറെ പെൺകുട്ടി ഇതിലോട്ടൊരു താല്പര്യം കാണിച്ചു. എനിക്ക് അവളോട് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ ഒരു ചാൻസ് കിട്ടിയല്ല, എന്നാൽ ഞാൻ ഒരു ഗോൾ അടിച്ചേക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു ഗോൾ അടിച്ചിട്ട് തിരിച്ചു വരുന്നവന്മാരുണ്ട്. പ്രത്യേകിച്ച് അവളോട് ഇമോഷണലി കണക്ഷൻ ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, അതന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു ആങ്കൊച്ചാണ് ഒരു പെണ്ണ് ചീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ചെന്ന് ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നോന്നാ, അതേ അന്വേഷിക്കത്തുള്ളൂ. അല്ലാതെ നീ എന്തിനാ അവന് മെസ്സേജ് അയക്കാൻ പോയ അവൻ എന്തിന്റെ ഇപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആമ്പിള്ളേര് ഈ പറഞ്ഞ പോലെ കലിപ്പ് കാണിക്കുന്ന എന്തിന്റെ പേരില്ല. കാരണം അവളുടെ ഷാള് പുറത്താണ്. കാരണം ആ ഒരു സെക്സ്വലി ആ ഒരു സംഭവത്തിലേക്ക് അവള് പോകരുതെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. കാരണം ആമ്പിള്ളേരെ ഇന്ന രീതിക്ക് ഡ്രസ്സ്, കാല് കാണിക്കുന്ന രീതിക്ക് ഡ്രസ്സ് ഇടുന്നുണ്ട് ഏതെങ്കിലും പെൺപിള്ളേര് പറയാറുണ്ടോ? ഈ കാലഘട്ടത്തിൽ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെൺപിള്ളേരെന്താ പറയുന്നത്, അവൾക്ക് മെസ്സേജ് അയക്കരുത്, ഇവൾക്ക് മെസ്സേജ് അയക്കരുത്, ബെസ്റ്റ് എന്ത് കുടുംബക്കാരെ പോലും അടിച്ചു പിരിക്കുന്ന പെൺപിള്ളേർ എനിക്ക്. തീർച്ചയായിട്ടും. എടാ എന്റെ അടുത്ത് കുറച്ചധികം പേര് പറഞ്ഞു കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ, നമ്മുടെ റിലേഷൻഷിപ്പ് ഫാക്സ് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റിന്റെ അകത്ത് ഇഷ്ടംപോലെ അല്ല പെൺപിള്ളേര് തന്നെയാണ് പറഞ്ഞത്. ഞാൻ തന്നെ ഇടയ്ക്കിരുന്ന് ചിന്തിച്ചു പോയി, റിലേറ്റബിൾ ആണല്ലോ എന്ന് ചിന്തിച്ചു പോയി. ഇപ്പൊ നീ അതിനകത്ത് അങ്ങനെ പറഞ്ഞില്ലേ, അതായത് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ആമ്പിള്ളേർക്ക് നന്നായിട്ട് റിലേറ്റബിൾ ആയിരിക്കും. പെൺപിള്ളേര് വിചാരിക്കും ഞങ്ങളോ ഏത് എപ്പോ എന്നുള്ള സെറ്റപ്പിലേക്ക് വരും. അതാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ ആമ്പിള്ളേരെ പോയി തിരിച്ചു ഫെബ്രുവരി പക്ഷെ എന്തായാലും പക്ഷെ ആ ഒരു ചിന്താഗതി മാറണ്ടേ ശരിക്കും. ഈ പറഞ്ഞ പോലെ എന്തിന് മാറണ്ടോ? അതായത് ഈ പറഞ്ഞ പെൺപിള്ളേര് വിർജിൻ അല്ല എന്നറിയുമ്പോ ഉള്ള വീട്ടുകാർ കുടുംബക്കാരെല്ലാം വൺ സീനാണ്. പക്ഷെ ആമ്പിള്ളേര് അവൻ എന്റെ ഫിസിക്കൽ റിലേഷൻഷിപ്പില് അല്ലെ അവൻ ഫിസിക്കലി എവിടെയെങ്കിലും ഇൻവോൾവ് ആയിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒരു ഇന്റൻസിറ്റിയും ഇതിന്റെ ഇന്റൻസിറ്റിയും പകലും രാത്രിയും പോലെ വ്യത്യാസം. അത് വ്യത്യാസം വരുന്നതിന് വലിയൊരു കാരണമുണ്ട്. കാരണം അതിന് ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് പെൺപിള്ളേർക്കാണ്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവും, ആ കുട്ടീനെ നോക്കണം, അതിനെ വളർത്തണം, അങ്ങനത്തെ. കാരണം ഒരിക്കലും പേരൻസിന് ജീവിതകാലം മൊത്തം ഒരു മകളെയും അതിന്റെ കുട്ടീനെ വളർത്താനായിട്ട് പറ്റത്തില്ല.